നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒഴിവ് സമയത്താണ് നമ്മളുള്ളത്. സെക്കൻഡറിക്കും ഹയർ സെക്കൻഡറിക്കുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുട്ടികളുടെ റിസൾട്ടെല്ലാം വന്നു കഴിഞ്ഞു. ഇനി മക്കൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ വളരെ ഗൗരവമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ ചിന്തയിൽ വരേണ്ടുന്ന അനിവാര്യവും അടിയന്തരവുമായ വിഷയമാണ് നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായൊരു വിദ്യാഭ്യാസം. ഈ ഘട്ടം എന്ന് ഞാൻ ബോധപൂർവം സൂചിപ്പിച്ചതാണ്. കാരണം 10ാം ക്ലാസ്സിനും പ്ലസ് ടുവിനൊക്കെ ശേഷമുള്ള ഈ ഒരു സമയത്താണ് നമ്മുടെ മക്കളിൽ, കുട്ടികളിൽ മതനിരാസവും ലിബറൽ ചിന്താഗതികളുമൊക്കെ ബോധപൂർവം കടത്തിവിടാൻ പലരും ക്യാമ്പസുകളെ ഉപയോഗപ്പെടുത്താറുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ സെക്കൻഡറിയുടെയും ഹയർ സെക്കൻഡറിയും ഒക്കെ റിസൾട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടമെന്ന് ഞാൻ ബോധപൂർവം സൂചിപ്പിക്കാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമുറകളുടെ ഇസ്ലാമിക വ്യക്തിത്വം, അവരുടെ ഇസ്ലാമിക സംസ്കാരം, അവരുടെ ഉത്തരവാദിത്ത നിർവഹണം, ധാർമ്മിക മൂല്യബോധം, ശരിയായ രൂപത്തിലുള്ള ഇസ്ലാമികമായൊരു കുടുംബജീവിതം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇസ്ലാമികമായ അറിവ് എന്ന് പറയുന്നത് അത് അനിവാര്യമാണ്. അതില്ലാത്തതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇന്ന് പല മുസ്ലിം കുടുംബങ്ങൾക്കകത്തും കണ്ടുകൊണ്ടിരിക്കുന്നതും പല രക്ഷിതാക്കളും കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പം ഇത് വളരെ ഗൗരവത്തിലുള്ളതാണ് എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം വ മുസ്ലിമ. വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പരാമർശങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പം ഈ ദീനീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മക്കൾക്ക് നൽകൽ, മക്കൾക്ക് സാധ്യമാക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിം രക്ഷിതാക്കളുടെയും നിർബന്ധ ബാധ്യതയാണ്. യഥാർത്ഥത്തിൽ ഓരോ സത്യവിശ്വാസിയുടെയും ഉള്ളിൽ കത്തിച്ചു വെക്കേണ്ടുന്ന പൊൻ വിളക്കുകളാണ് ദീനീ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്തും മൂന്നാം കണ്ണുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെളിച്ചമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിദായത്ത്, സന്മാർഗമെന്ന് പറയുന്നത്, ബസീറത്ത്, ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നു, ഉൾവെളിച്ചം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഈ പുതിയ തലമുറ ആദർശപരമായ വെല്ലുവിളികളും ധാർമ്മികമായ പ്രതിസന്ധികളും ഈമാനികമായ ഒരു ഉൾക്കരുത്തിൻ്റെ അഭാവവും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള, ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നാണ്. അതിൻ്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരായത്തിലൂടെ. ഞാൻ ഓതി വച്ചൊരു ആയത്തുണ്ട്, സൂറത്ത് തൗബയിലെ 122-ാമത്തെ വചനം. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: സത്യവിശ്വാസികൾ ഒന്നടങ്കം ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ടിയിരുന്നില്ല. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന യുദ്ധമുഖത്തേക്ക് സത്യവിശ്വാസികൾ എല്ലാവരും കൂടി പുറപ്പെടേണ്ടതില്ല. ഒരു വിഭാഗം യുദ്ധത്തിന് പോകുമ്പോഴും മറ്റൊരു വിഭാഗം ദീനീപരമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ, അത് നാട്ടിൽ പ്രചരിപ്പിക്കാൻ, സമൂഹത്തിൽ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, വിവരം കരസ്ഥമാക്കാൻ വേണ്ടി മാറി നിൽക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെടുന്ന പക്ഷം
മതവിജ്ഞാനങ്ങൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും ആളില്ലാതെ വരികയും സമൂഹത്തിൽ ഒരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ പോലും ഒരു വിഭാഗം അവിടെ ദീന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചൊരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കാനും വേണ്ടി മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെപ്പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് മതവിജ്ഞാന സമ്പാദനം. ഈ രണ്ടിനും വേണ്ടിയുള്ള യാത്ര പുണ്യകരമാണെന്നാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊന്നുമല്ല, അതിലൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. ഒരുപക്ഷെ പഴയകാല തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി മക്കളെ പഠിപ്പിക്കുന്നിടത്ത്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നിടത്തൊക്കെ മുസ്ലിം സമുദായം ഇന്ന് ഒരുപാട് മുന്നിലാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചിരിക്കും. കേരളത്തിൽ ഒരു പ്രത്യേക ജില്ലയിലെ കുട്ടികളൊക്കെ കോപ്പി അടിച്ചുകൊണ്ടാണ് ജയിച്ചിരിക്കുന്നത് എന്ന്. അതൊക്കെ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സൂചനകൾ. അഥവാ മുസ്ലിം സമുദായം പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 10 എത്തൂല്ല. അത് കഴിയുമ്പോഴേക്ക് വല്ല ഹോട്ടലുകളിലേക്കോ ബേക്കറികളിലേക്കോ ഒക്കെ മക്കളെ പഠിക്കാൻ വിടുന്ന, പണിയെടുക്കാൻ വിടുന്ന പെൺകുട്ടികളാണെങ്കിൽ കെട്ടിച്ചയക്കുന്നൊരു പ്രവണതയായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. ഇന്ന് അവിടെ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം ബദ്ധശ്രദ്ധരാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ വശത്തെക്കുറിച്ചല്ല. അവിടെ നമ്മൾ അങ്ങനെ ഉയരുമ്പോഴും വേറെ ചില വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുതിയ കാലഘട്ടം നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പുതിയ തലമുറ, അവർ നമസ്കരിക്കുന്നുണ്ട്, അവർ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നുണ്ട്. അവർ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ആരാധനാ കർമ്മങ്ങളൊക്കെയും അനുഷ്ഠിക്കുന്നവർ തന്നെയാണ് പുതിയ തലമുറ. പക്ഷേ അവർക്കുള്ളൊരു പ്രശ്നം, ആദർശപരമായും ധാർമ്മികമായും ദീനി അടിത്തറകളിൽ നിന്ന് എത്ര വ്യതിചലിച്ചുകൊണ്ടാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കരിക്കാൻ പള്ളിയിലൊക്കെ ഉണ്ടാകും, നോമ്പെടുക്കാനും മുമ്പന്തിയിലുണ്ടാകും. പക്ഷെ ആദർശപരമായി ധാർമ്മികപരമായി ദീനി അടിത്തറകളിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചുകൊണ്ടാണ് പുതിയ തലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ലിബറലിസം, അൾട്രാ ഫെമിനിസം, ജെൻഡർ പ്രശ്നങ്ങൾ, സ്വതന്ത്ര ലൈംഗിക ചിന്തകൾ, വിവാഹനിരാസം, മതനിരാസം തുടങ്ങിയ കാര്യങ്ങൾ ഭാവി തലമുറയെ ഇസ്ലാമിക അടിത്തറകളിൽ നിന്ന് തന്നെ അകറ്റിക്കളയുന്ന ഭീഷണികളാണ് നമ്മൾ തിരിച്ചറിയണം. കുടുംബജീവിതത്തെ ബാധിക്കുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ മക്കൾക്ക് ശരിയായ ദീനീ ബോധവും അടിത്തറയും ഇസ്ലാമിക തർബിയത്തും നൽകുക എന്നതാണ് ഇത്തരം സംവിധാനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പ്രഥമ പരിഹാരം എന്ന് പറയുന്നത്. അത് കേവലമായ മദ്രസ പഠനത്തിലൂടെ ലഭിക്കുന്നതല്ല. അങ്ങനെ ലഭിക്കുമെന്നും നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പലപ്പോഴും നമ്മളിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് 5ാം ക്ലാസ് വരെയോ 7ാം ക്ലാസ് വരെയോ ഒക്കെ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ദീൻ അവിടെ നിന്ന് പൂർണ്ണമായി കിട്ടി എന്നതാണ് നമ്മുടെയൊക്കെ ധാരണ. അത് തിരുത്തണം നമ്മൾ. കേവലമായ മദ്രസ പഠനത്തിലൂടെ നമുക്കത് ലഭിക്കുന്നില്ല. മദ്രസ പഠനത്തിൻ്റെ പ്രായം നമുക്കറിയാലോ. അവിടെ നിന്ന് ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അത്യാവശ്യ കർമ്മശാസ്ത്രങ്ങളും അത്യാവശ്യ ചരിത്രങ്ങളും കൊടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും ആ പ്രായത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല. കൊടുത്താൽ അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ എത്തുമ്പോഴാണ് ചിന്തിക്കുന്നൊരു പ്രായമാകുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെയും വലവീശിപ്പിടിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ പലരും ഒരുങ്ങി നിൽക്കുന്നൊരു സമയമാണ് ആ സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ചില തിരിച്ചറിവുകൾ അത് മദ്രസയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നതല്ല, ആ പ്രായത്തിൽ കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ മദ്രസയിൽ നിന്ന് അത്തരം ധാരണകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണ നമ്മൾ പൂർണ്ണമായിട്ടും ശരിവെക്കേണ്ടതില്ല. അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പുതിയ ക്യാമ്പസുകൾ, പുതിയ ചിന്തകൾ ഒക്കെ.
ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്നാൽ എന്താണ് കുഴപ്പം എന്ന ചർച്ചയിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു. അവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. എന്നിട്ടോ ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നാൽ എന്താ അതിന് കുഴപ്പം എന്ന് ചോദിക്കുന്നിടത്തേക്ക് നമ്മുടെ ക്യാമ്പസിനകത്ത് ലിബറലിസത്തിൻ്റെ വക്താക്കൾ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകളിൽ വേർതിരിവില്ലാത്ത ലോകം എന്ന ക്യാപ്ഷൻ വെച്ച് ആൺപെൺ സമ്മിശ്രമായ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷര സുന്ദര പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലൊരു ക്യാമ്പസിൽ ഉദാഹരണത്തിനൊന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും ടൂറ് പോകുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഇടകലരാൻ പാടില്ല, ആണും പെണ്ണും ഇടകലരരുത്. ടൂറ് കഴിഞ്ഞ് വന്നപ്പോൾ ആ ക്യാമ്പസിൽ വെച്ച ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, സദാചാരം പടിക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത്. സദാചാരം പടിക്ക് പുറത്ത് ആര് വെച്ചത്? പുതിയ തലമുറയിലെ ചില വക്താക്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലേക്കാണ് നമ്മളെ മക്കൾ കയറി ചെല്ലുന്നത്. സോഷ്യൽ മീഡിയ രംഗത്തും വ്യത്യസ്തമല്ല. സ്വയം എരിഞ്ഞടങ്ങുന്ന ഒരു തലമുറയെയാണ് പ്രത്യേകിച്ച് ലിബറലിസം സോഷ്യൽ മീഡിയ വഴി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതിക്കാർ, യുക്തിവാദികളായ ആളുകൾ, സ്വതന്ത്രവാദികളായ ആളുകൾ പല പേരുകളിലും സോഷ്യൽ മീഡിയകളിൽ ഗ്രൂപ്പുകളുണ്ടാക്കി ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതപരമായി അടിസ്ഥാനമാണെന്നും കിട്ടിയിട്ടില്ലാത്ത ഇത്തരം മക്കൾ ഈ ചർച്ചകൾ ഇങ്ങനെ വല്ലാതെ ഇവരങ്ങനെ ആകർഷിക്കും. അങ്ങനെ അതിൻ്റെ ഭാഗമായി ക്ലബ്ബുകളിൽ സൗഹൃദ സംഭാഷണങ്ങളിൽ പങ്കുചേരും. ക്രമേണ അത്തരം സംവിധാനങ്ങളുടെ ഇരകളായിട്ട് അവർ മാറും. എന്ന് പറഞ്ഞാൽ, നേർക്കുനേരെ പറഞ്ഞാൽ, രാവിലെ വീട്ടിൽ നിന്ന് മതബോധത്തോടുകൂടി ഇറങ്ങിയ കുട്ടി വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തികഞ്ഞ മതനിഷേധിയായി മാറുന്ന കാഴ്ച ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ക്യാമ്പസിൻ്റെ ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം ഈ അപകടകരമായ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതിക്ക് വഴിയൊരുക്കുന്ന ബന്ധങ്ങളും ധാരാളമുണ്ട്, അതിനുള്ള വഴികളും ധാരാളമുണ്ട്. അതിലൊന്നാണ് ക്യാമ്പസുകളെ സൗഹൃദം എന്നൊക്കെ പറയുന്നത്. സെക്കൻഡറി ഡിഗ്രി തലങ്ങളിലെ പഠനകാലത്തുണ്ടാകുന്ന അതിരുവിട്ട ആൺപെൺ സൗഹൃദങ്ങൾ, തുടർന്നുള്ള യാത്രകൾ, ഇതൊക്കെ ഇത്തരം അവസ്ഥകളിലേക്ക് വഴിമാറിക്കുന്നു, എത്തിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ലാതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. എൻ്റെ സൗര്യ ജീവിതത്തിന് വിഘാതം എൻ്റെ മതവും എൻ്റെ പടച്ചവനും എൻ്റെ മാതാപിതാക്കളുമാണെങ്കിൽ അവരൊന്നും എനിക്ക് വേണ്ടതില്ല എന്ന സ്വതന്ത്ര ചിന്ത യുവതി യുവാക്കളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതങ്ങനെ വളർന്ന അവസാനം അവൻ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒക്കെ ആയി മാറുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇത്തരം അനുഭവങ്ങൾക്കിരയായി കരയുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു അധ്യാപക സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെയൊക്കെ അടുത്ത് തന്നെയാണ്, ക്യാൻസർ രോഗിയാണ്. മാരകമായ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം വേദന കടിച്ചിറക്കിക്കൊണ്ട് കഴിയുന്നൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം വേദനിക്കുന്നത് ആ വേദനയേക്കാൾ തൻ്റെ മകനെ ഓർത്തുകൊണ്ടുള്ള വേദനയാണെന്നാണ് പറഞ്ഞത്. എന്താ കാരണം എന്നറിയോ? മകൻ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതിയിൽ പെട്ടുപോയി ക്യാമ്പസിലൂടെ. അങ്ങനെ അന്യമതക്കാരിയായൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു അവൻ. അവസാനം ആ സംസാരത്തിൻ്റെ അവസാനം ആ പിതാവ് വേദനിച്ച് പറയുന്നത്, ഇനി ആ പെൺകുട്ടി ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണെങ്കിലും അതൊന്നും വേണ്ട എന്ന് എൻ്റെ മകൻ പറഞ്ഞ് തടുത്തു നിർത്തും. അത്രത്തോളം അവൻ്റെ തലക്ക് ഇത്തരം സ്വതന്ത്ര ചിന്ത തലക്ക് പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ലഹരി ഉപയോഗവും മറ്റു അനുബന്ധ സംവിധാനങ്ങളും മറുവശത്ത് വേറെ. ഇന്നലെയൊക്കെ നിങ്ങൾ പത്രത്തിലും മീഡിയകളൊക്കെ കണ്ടിരിക്കും. പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥി സമൂഹത്തിനിടയ്ക്ക് ക്യാമ്പസുകളിലേക്ക് ലഹരിയുടെ വിപണനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം,
അപ്പോൾ ഒരു വശത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, മറുഭാഗത്ത് ലഹരി പോലുള്ള ദുരന്തങ്ങൾ, ഇങ്ങനെ ആകെ മൊത്തം പേടിപ്പെടുത്തുന്നൊരു സാഹചര്യത്തിലൂടെയാണ് പുതിയ തലമുറയും ക്യാമ്പസുകളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യൻ തന്നെ സ്വന്തം കാര്യം തീരുമാനിക്കുന്ന ലിബറസ്റ്റ് ചിന്താഗതികൾ പ്രകാരം വ്യഭിചാരം തെറ്റായിട്ട് അവർ കാണുന്നില്ല. അങ്ങനെയാണല്ലോ അവരുടെ കാഴ്ചപ്പാട്. മനസ്സിലാക്കണം. മദ്യപാനം, ലഹരി ഉപയോഗം, സാമ്പത്തിക തട്ടിപ്പ്, ഇതൊന്നും തെറ്റായിട്ട് കാണുന്നില്ലല്ലോ. അവിടെയൊക്കെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതെനിക്ക് എങ്ങനെയാകാം, അവിടെ ആരും ഒന്നും പറയാൻ വരേണ്ടതില്ല. ഈ കാഴ്ചപ്പാടാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ ചിന്തകളിലേക്ക് പോലും ഇന്ന് കുത്തിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പലപ്പോഴും കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ കണ്ടു, പല ക്യാമ്പസുകളിലും പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വെച്ച ബോർഡുകൾ, ചുമരെഴുത്തുകൾ, അതിൽ കൊടുത്ത ഡയലോഗുകൾ, ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത വർത്തമാനങ്ങളാണത്. അതിൽ കൊടുത്ത ചിത്രങ്ങൾ, പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വരച്ച ചുമരെഴുത്തുകൾ, അതിലെഴുതിയ ഡയലോഗുകൾ. മനസ്സിലാക്കണം. വല്ലാത്തൊരു ഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ പോലും അങ്ങനെയാണ്. കുട്ടികളെ അത്തരം ഒരു തലത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന. നിങ്ങളിപ്പോൾ ഈ അവസാനം ഞാനൊരിക്കൽ ഇന്നലെ കോഴിക്കോട്ട് നിന്ന് വരുന്ന സമയത്ത് ബസ്സിൽ വരുന്ന സമയത്ത് ഒരു പാട്ട് കൊട്ടു ബസ്സിൽ. ഞാൻ യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കിയതാണ്. ഒരു സിനിമയിൽ ഇറങ്ങിയ പാട്ടാണത്. ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ വേറെ ചർച്ചയാക്കാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയാണ് ഇത്തരം മീഡിയകൾ പോലും നമ്മുടെ പുതിയ തലമുറകളെ മാറ്റിയെടുക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മാതാപിതാക്കളെ മാപ്പ് എന്നാ തുടക്കം. മാതാപിതാക്കളെ മാപ്പ് പറയുക അമ്മാനോടും ഉപ്പാനോടും. ഇതങ്ങനെ പറഞ്ഞ വർത്തമാനങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് തന്നിഷ്ടമാണ് കൂട്ട്, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കൂട്ട്, നിങ്ങളാരും ഇടപെടാനൊന്നും വരണ്ട. അങ്ങനെ ലക്ഷ്യം മുന്നോക്കം മറന്നിട്ടൊരു പോക്കാണ്. ഗുണപാഠങ്ങളൊക്കെ നിർത്തിക്കോളിൻ, ഇതെൻ്റെ പാതയാണ്, എൻ്റെ അധികാരമാണ്, എനിക്ക് വഴികേടിലാകാനും അവകാശമുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയും, ചിത്രം കാണിക്കുന്ന പശ്ചാത്തലം എന്തെന്നറിയോ? ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയ കുട്ടികളൊക്കെ പാടെ ഹോസ്റ്റലിൽ നിന്നിട്ട് ലഹരിയും മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ അങ്ങനെ ഉപയോഗിച്ചങ്ങനെ ആർമാദിക്കുന്നതാണ് എൻ്റെ പശ്ചാത്തലം. എന്നിട്ടാണ് ഈ പാട്ട്. കുട്ടികൾക്കൊക്കെ സുപരിചിതമായിരിക്കും ഈ കാലത്ത്, പുതിയ കാലത്ത്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കൾക്കും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ പഠിപ്പിച്ചു, അതാണ് പറയുന്നത്. എന്താ, ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നാടും ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ. അമ്മാനോടും ഉപ്പാനോടും പറയാ, അമ്മ അപ്പ പൊറുക്കണം കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ അവസ്ഥ ഇവിടെ. ഒന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ, ഒന്ന് വലിച്ചിട്ടില്ലെങ്കിൽ അതിലെന്ത് സുഖമുള്ളത് ജീവിതത്തിൽ? അത് ഞങ്ങൾക്കിഷ്ടം, ഞങ്ങളിഷ്ടം പോലെ ഞങ്ങൾ ജീവിക്കും. വഴികേടിലാകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ലിബറലിസം. ആരൊന്നും പറയാൻ വരരുത്, ചോദിക്കാൻ വരരുത്. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടോ, അതൊക്കെ ഞങ്ങൾ പിന്നിട്ട് അങ്ങോട്ട് എത്തിച്ചു തരാം. ഇത്തരം ചിന്താഗതികളാണ് പ്രിയമുള്ളവരെ പുതിയ കാലഘട്ടത്തിലെ മീഡിയകളിലൂടെ പോലും സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ മക്കളുടെ ചിന്തകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നതും. നോക്കൂ നിങ്ങൾ, എത്ര അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ, ഉയർത്തുന്ന വെല്ലുവിളികൾ അത് വലുതാണ്. കേൾക്കുന്ന വാർത്തകൾ അത് ശുഭകരമല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ടീനേജ് പ്രായത്തിൽ തന്നെ മതമൂല്യങ്ങളായ ധാർമ്മിക വിജ്ഞാനം മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒന്നാമത്തെ വഴി. അത് നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ള, വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുക. അത് മദ്രസയിൽ വിട്ടിട്ടോ അവിടെ വിട്ടിട്ടോ മാത്രം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അവനവൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, 13-11 വയസ്സൊക്കെ ആകുമ്പോൾ ഇന്ന് മദ്രസ പഠനം അവസാനിക്കും. ശരിയാംവിധം ബുദ്ധിയും തൻ്റെ ഇടവും ഉറക്കുന്നതിന് മുമ്പാണ് ആ പ്രായം എന്ന് പറയണത്. അതിനുശേഷമുള്ള കാലയളവ് കോളേജ് തലം, അവിടെയാണ് ഇത്തരം വഴിവിട്ട ചിന്തകളും വിശ്വാസങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ പ്രായക്കാർക്ക് കൃത്യമായ ദീനി അടിത്തറയിലുള്ള അധ്യാപനങ്ങൾ കിട്ടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. കഴിഞ്ഞകാല ചരിത്രങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇത് നമ്മുടെ കുട്ടികൾ നന്നാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ അങ്ങനെ അതിലൊന്നും പെട്ടുപോകരുത് എന്ന ചിന്ത മാത്രമല്ല ഉണ്ടാകേണ്ടത്. പിന്നെ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാം നേരിടുന്ന, സമൂഹം നേരിടുന്ന ഇത്തരം വെല്ലുവിളികൾക്ക് മുമ്പിൽ
അത് സ്റ്റേജിലാണെങ്കിലും പേജിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും തൻ്റെ ഇടത്തോടെ ആധികാരികമായി അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനൊക്കെ മറുപടി പറയാനും സംസാരിക്കാനും കഴിയുന്നവരായിട്ട് നമ്മുടെ മക്കൾ വളരണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയാറുള്ളത്, പുതിയ പുതിയ അത്തരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദീനീ സ്ഥാപനങ്ങൾ ഈ ന്യൂജൻ അഭിരുചികളും ആധുനിക പാഠ്യരീതികളും മനഃശാസ്ത്രവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരതിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ മാറ്റത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് ഇൽമാണ്, അറിവാണ്. ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കൂടിയാണ് പ്രവാചകന്മാർക്ക് അല്ലാഹ് ഇൽമു ഹിക്മത്ത് നൽകിയത്. പ്രവാചകന്മാർക്ക് അല്ലാഹ് ഇൽമു നൽകി, ഹിക്മത്ത് നൽകി. എന്തിനാണ്? ഒരു സമൂഹത്തെ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മാറി വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പോലും എന്തായിരുന്നു? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ്. പടച്ചോനെ, നിന്നിൽ നിന്ന് പിന്നെ ഈ ജനങ്ങൾക്ക് വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന, അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു ദൂതനെ നീ നിയോഗിക്കണേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. നോക്കൂ, വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അറിവുകൾ, ഇൽമു എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഭൗതികം ദീനീപരം എന്ന വേർതിരിവില്ലാതെ എല്ലാ അറിവുകളുടെയും അവകാശികളും അടിത്തറ പാകിയവരുമായിരുന്നു. അതിന് ചരിത്രത്തിലേക്കൊന്നും പോകേണ്ടതില്ല. മുസ്ലിം സമൂഹം ശാസ്ത്ര വിജ്ഞാനീയങ്ങൾക്ക് അടിത്തറ പാകിയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ പിന്നീട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭൗതിക വിജ്ഞാനീയങ്ങളും ദീനീ വിജ്ഞാനീയങ്ങളും വലിയ രൂപത്തിൽ വേർപെടുത്തപ്പെട്ടു. അന്നു മുതൽ ഇസ്ലാമിക സമൂഹം പൊതുരംഗത്ത് നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്തു. ഇന്നും അതിന് ദുരന്തങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ ദീനീപരമായ ഇൽമു എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്, അത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ കൊടിയടയാളമാണ്. അറിവുള്ളവരാണ് നയിക്കുക, അറിവില്ലാത്തവർ നയിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യരാകുമോ? ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും തുല്യരാകുമോ എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നയിക്കപ്പെടേണ്ടവരല്ല, നയിക്കേണ്ടവരാണ് ഒരു സമൂഹത്തെ. അതിന് ഇൽമുണ്ടാകണം. എങ്ങനത്തെ ഇൽമുണ്ടാകണം? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പടച്ച റബ്ബിൻ്റെ നാമത്തിൽ വായിക്കാൻ ആവശ്യപ്പെട്ട ഖുർആൻ ഉണ്ടല്ലോ, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് വിജ്ഞാനത്തെ നേടാനും ആ അർത്ഥത്തിൽ ഇൽമിനെ സമീപിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നിടത്ത് നമ്മൾ ബദ്ധശ്രദ്ധരാണ്. അതേസമയം ഈ ദീനീ വിദ്യാഭ്യാസവും ബോധവും ഒക്കെ കൊടുക്കുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ഗൗരവത്തോടുകൂടി ഒരു ആലോചനയ്ക്ക് നമ്മൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത വായിച്ചിരിക്കും. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ലിംഗസമത്വ പദ്ധതി, അതിൻ്റെ രൂപരേഖ, അധ്യാപകർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ വായിച്ചാൽ നമ്മൾ നെട്ടിപ്പോകും. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് കേൾക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. അത് രക്ഷിതാവിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച ഭൗതിക ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു സംഘടന എന്നല്ല, ഒരുപാട് സംഘടനകൾ ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള മതസംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൗതികവും ആത്മീയവുമായ വിജ്ഞാനീയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള പണ്ഡിതകളായ സഹോദരിമാരെ വളർത്തിയെടുക്കുന്ന സ്ഥാപനങ്ങളാണത്. ഒട്ടേറെ ആയിരങ്ങൾക്ക് ഇസ്ലാമികമായ ധാർമ്മിക ജീവിതം നയിക്കാൻ അത്തരം സ്ഥാപനങ്ങളിലൂടെ പ്രചോദനമായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്നവരോടുള്ള സഹായമായിട്ടുണ്ട്.
ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം ഇത്തരം സാഹചര്യങ്ങളിൽ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സന്താനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാലത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിക്കാൻ കരുത്തു നൽകുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിയണം, സാധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. പരമാവധി അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ ചേർക്കാനുള്ളൊരു മനസ്സൊക്കെ കാണിക്കണം. കാരണം ദുനിയാവ് മാത്രം പോരല്ലോ, പരലോകം വേണമല്ലോ. അപ്പോൾ ദുനിയാവും പരലോകവും നമുക്ക് കിട്ടണം. ആ അർത്ഥത്തിൽ കുട്ടികൾ വഴിപഴച്ചു പോകാൻ പാടില്ല. ആ അർത്ഥത്തിൽ രണ്ടും കിട്ടുന്ന രൂപത്തിലുള്ള വഴികളിലേക്ക് തിരിച്ചുവിടാൻ കഴിയണം നമുക്ക് നമ്മുടെ മക്കളെ. ഇനി വേറെ പല കോഴ്സുകൾക്കും കൊണ്ടുപോയി ചേർത്തുന്ന ആളുകളുണ്ട് കുട്ടികളെ. അവിടേക്ക് ഏതെങ്കിലുമൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നതിന് പകരം ദീനീപരമായ ക്ലാസ്സുകളും തർബീയത്തൊക്കെ കൊടുക്കുന്ന ഹോസ്റ്റൽ സിസ്റ്റങ്ങളുണ്ട്. അത്തരം ഹോസ്റ്റലുകളിൽ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അത്തരം ഹോസ്റ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചേർത്ത് നമ്മൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷെ ഇതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത പല വാർത്തകളും പല ആൺകുട്ടികളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചും മാതാപിതാക്കളുടെ കൺമറയത്ത് നിന്ന് ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള രക്ഷിതാവിൻ്റെ അനുഭവം തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അങ്ങനെയല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നമ്മൾ ഖേദിക്കേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂ. ഖുർആൻ പറഞ്ഞ തഗാബുൻ, സൂറത്തു തഗാബുനിലെ 14-ാമത്തെ വചനം. സത്യവിശ്വാസികളെ ആരെ വിളിച്ചാൽ പറയുന്നത് അറിയോ? വിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത്. വിശ്വാസികളെ വിളിച്ചിട്ട് എന്താ? നിങ്ങളിൽ ചിലരുടെ ഭാര്യമാരും മക്കളും, നിങ്ങളിൽ ചിലരുടെ ഇണകളും മക്കളും നിങ്ങളുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മയിപ്പി നല്ല നിസ്കാരവും ദീനൊക്കെ ഉണ്ടാവും, മക്കളെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല, അതെങ്ങനെയൊക്കെ അങ്ങോട്ട് തുറന്നു വിട്ടു. അവസാനം നാളെ പരലോകത്തെത്തുമ്പോൾ, മഹ്ശറയിലെത്തുമ്പോൾ ഈ നിസ്കാരവും നോമ്പും തഹജ്ജുദും ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരും. മകൾ അവിടെ മുമ്പിൽ വിലങ്ങുതടിയായിട്ട് വരും. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വർത്തമാനമാണ്. ആരെക്കുറിച്ച്? കുടുംബത്തിൻ്റെ ദീനീ സംസ്കരണത്തിൽ ശ്രദ്ധയില്ലാത്തവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്ത്? വിശ്വാസികളെ വിളിച്ചിട്ട് നിങ്ങളിൽ ചിലരുടെ ഇണകളും, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, ഭാര്യയാകാം ഭർത്താവാകാം, നിങ്ങളിൽ ചിലരുടെ ഇണകളും നിങ്ങളുടെ ചിലരുടെ മക്കളും അദുവ്വുൻ ലക്കും, നിങ്ങളുടെ ശത്രുക്കൾ. നേർക്കുനേരെ അർത്ഥം അങ്ങനെ, നിങ്ങളെ ശത്രുക്കളാണ്. ഫഹ്ദറുഹും, നിങ്ങളെ ശ്രദ്ധിച്ചോളിയുന്ന, സൂക്ഷിച്ചോളിയുന്ന. ഒരുപക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഈ കാലഘട്ടത്തിലൊക്കെ ഇത്തരം ആയത്തുകൾ നമ്മൾ ഓതുമ്പോഴും വായിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലൊരു പശ്ചാത്തലത്തിലും ഈ സാഹചര്യത്തിലൊക്കെ കുടുംബത്തിലെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഇസ്ലാമികമായ തർബിയത്തും അവരുടെ മുന്നോട്ട് പോക്കൊന്നും ശ്രദ്ധിക്കാതെ മക്കൾ പണം കൊയ്യുന്ന മരങ്ങളായി മാറണമെന്ന് ചിന്തിക്കുന്ന പല രക്ഷിതാക്കളുണ്ട്. ഖേദകരമാണ്. മക്കൾ പണം കായ്ക്കുന്ന മരങ്ങളായി മാറണം, അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ദീനീയപരമായ എല്ലാത്തിനെയും അവഗണിക്കുന്ന ചില രക്ഷിതാക്കൾ. അത്തരം ആളുകളെ കുറിച്ചായിരിക്കും ഈ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളൊന്നും അതിൽ പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ, പ്രത്യേകിച്ച് ഞാൻ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോകുകയാണ്. ഈ ഒരു റിസൾട്ടൊക്കെ എത്തിക്കഴിഞ്ഞിങ്ങനെ എവിടെ ചേർക്കണമെന്നൊക്കെ നമ്മൾ ആലോചിച്ച് നിൽക്കുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ദീനീ സ്ഥാപനങ്ങളിലുമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവുക. ഇനി നമ്മൾ മറ്റു പലയിടത്തും കൊണ്ടുപോയി ചേർക്കുകയാണെങ്കിൽ തന്നെ ദീനീപരമായൊരു അടിത്തറ കിട്ടുന്ന, ശ്രദ്ധ കിട്ടുന്ന ഹോസ്റ്റൽ സിസ്റ്റങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.